ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യുകയാണ്. ഇനി 2 സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഹുക്കിനും ഹോളിനുമായിട്ടുള്ളതാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. ഹുക്കിനുള്ളത് ഒരു 1.5 ഇഞ്ച് എടുത്തതിന് ശേഷം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് കിട്ടിയാൽ മതി. ഇതൊരു 2.5 3 ഇഞ്ച് എടുത്തതിന് ശേഷം ഒരു സൈഡൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സാരി ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇടത്ത് സൈഡിൽ വരുന്ന രീതിയിലുള്ളിടത്താണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ടത്. ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു 2.5 3 ഇഞ്ച് വിട്ടുള്ള സ്ട്രിപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ നല്ല വശവും നമ്മളുടെ മെയിൻ പോർഷൻ്റെ റോങ് സൈഡൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയാണെങ്കിൽ വലത്ത് വശത്ത് വരുന്നിടത്ത് നമ്മൾ മെയിൻ പോർഷൻ്റെയും സ്ട്രിപ്പിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും നമുക്കൊരു 1/4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ നല്ല വശവും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡൂടാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഹുക്ക് കുത്താനായിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഈ സ്ട്രിപ്പ് ഇങ്ങനെ തിരിച്ച് കൊടുത്ത് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വശത്തേക്ക് നമ്മൾ ഈ നല്ല വശം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് മടക്കി വരുമ്പോൾ. ഇനി 9 ഇഞ്ചുണ്ട്. അതിനെ നമ്മൾ ഈക്വലായിട്ട് അങ്ങ് മാർക്ക് ചെയ്യുകയാണ്. ഒരു 2.25 എന്നുള്ള കണക്കിൽ നമ്മൾ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സാരി ബ്ലൗസ് 5 ഹുക്കാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. 5 ഹുക്ക് വരുമ്പോഴത്തേന് നമുക്ക് 5 ഹോളാണ് വരേണ്ടത്. അത് നമ്മൾ ഈക്വലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ സ്ട്രിപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ആദ്യത്തെ ഹോൾ നമ്മൾ ഒരു അല്പം വലുതായിട്ട് അങ്ങ് കൊടുക്കണം. കാരണം അവിടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകുമ്പം കുറച്ച് ഭാഗം പോകും. അപ്പോൾ ബാലൻസ് ആയിട്ടുള്ളത് നമുക്ക് ഹോളിട്ട് കൊടുക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് വലിയ ഒരു വി ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് കൊടുത്താൽ മതിയേ. ഇതുപോലെ ഒരു വി ഷേപ്പിലാണ് നമ്മളിങ്ങനെ ഓരോ പോയിൻറ്റും ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അത് ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതൊന്ന് ഫോളോ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അത് ത്രെഡ് ആൻഡ് ടച്ച് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ കിട്ടുവേ. അപ്പോൾ ഇഷ്ടമുള്ളവരും വാട്സപ്പ് ഉള്ളവരും ഒക്കെ അതൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് ഇടുന്ന ലിങ്കൊക്കെ ഇടാം. അപ്പം വീഡിയോസ് വന്നിട്ടുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ലാസ്റ്റത്തെ നമ്മളൊന്ന് വലിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവിടെ സ്ട്രിപ്പിന് കുറച്ച് മറിഞ്ഞു പോകും. അപ്പോൾ ബാലൻസ് ഉള്ളത് നമുക്കവിടെ ഹോളായിട്ട് കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയാണ്. അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളുടെ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. 1 ഇഞ്ച് മതിയേ. അപ്പം ബാലൻസ് കൂടുതലുണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവേ. 1 ഇഞ്ച് നമുക്കിങ്ങനെ കിട്ടിയേച്ചാൽ മതി. അപ്പം അതിൻ്റെ സൈഡിലൂടെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളതാണ് 1 ഇഞ്ച്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രിൻസസ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വലത് സൈഡിൽ വരുന്നിടത്താണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് ഫ്രണ്ട് പോർഷനാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആ സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെ നമ്മളിങ്ങനെ പിടിച്ച് നിവർത്തി കൊടുത്ത് എന്നിട്ട് അതിന് മടക്കി നല്ല നീറ്റാക്കി കൊടുത്ത് കൈകൊണ്ട് നല്ല പെർഫെക്റ്റ് ആക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എപ്പോഴും ഇങ്ങനെ കറക്റ്റാണോ നമ്മൾ ഈ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാം കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കണേ. ഇവിടെ എല്ലാം നല്ല ഭംഗിക്ക് ഒരേ വിടത്തിലാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്യാവേ. ആ സ്ട്രിപ്പിൻ്റെ ഭാഗം വിട്ടതിന് ശേഷം ബാലൻസ് ഉള്ളതെടുത്ത് നമ്മൾ ഇതുപോലെയൊന്ന് വെച്ച് നോക്കണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഈക്വലായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ സ്ട്രിപ്പിൻ്റെ ഭാഗം ഇങ്ങോട്ട് തള്ളിയിട്ടതിന് ശേഷം ബാലൻസാണ് നമ്മളിങ്ങനെ നോക്കേണ്ടത്.